അടുത്തത് ബിഗ് നമ്പേഴ്സ് ആൻഡ് സ്മോൾ നമ്പേഴ്സ്. റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ്, അതായത് 3 തുടർച്ചയായ സംഖ്യകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. യൂസിങ് ഓൾ ദ 3 റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അതായത് ഈ 3 ഡിജിറ്റ്സും ഉപയോഗിച്ചിട്ട് ഏറ്റവും വലുതും അതുപോലെ തന്നെ ചെറുതുമായ സംഖ്യകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ഡിജിറ്റ്സും റിപ്പീറ്റ് ചെയ്യരുത്. കാൽക്കുലേറ്റ് ദയർ ഡിഫറൻസസ്, അതിൻ്റെ വ്യത്യാസം കാണാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡിജിറ്റ്സ്, ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ, ഡിഫറൻസ് കേട്ടോ. അപ്പോൾ 1, 2, 3 ഈ 3 ഡിജിറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 321 അല്ലേ? സ്മോളസ്റ്റ് നമ്പറോ 123. ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കൂ, എത്രയാ വരിക? ഇവിടെ ഹൺഡ്രഡ്സ് പ്ലേസിലെ ഡിജിറ്റ് 2 ഡിക്രീസ് ആയി അല്ലേ? ടെൻസ് പ്ലേസിൽ മാറ്റമൊന്നുമില്ല. ദെൻ വൺസ് പ്ലേസിലെ ഡിജിറ്റ് 2 ഇൻക്രീസ് ആയി അല്ലേ? 200 കുറഞ്ഞു, 2 കൂടി. അപ്പൊ ഡിഫറൻസ് എത്രയാ വരിക? 198 അല്ലേ? അടുത്തത് 2, 3, 4 ആണ്. ലാർജസ്റ്റ് നമ്പർ എത്രയാ വരിക? 2, 3, 4 വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ 432 ആണ്. സ്മോളസ്റ്റ് നമ്പർ 234. ഡിഫറൻസ് നോക്കൂ, 198 അല്ലേ വരിക? നെക്സ്റ്റ് 3, 4, 5 എന്ന് എഴുതുക. 3, 4, 5 വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ 5, 4, 3 അല്ലേ? സ്മോളസ്റ്റ് നമ്പർ 3, 4, 5. ഡിഫറൻസ് എത്രയാ വരിക? 198 അല്ലേ? ഇതുപോലെ ബാക്കിയും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും ഡിഫറൻസ് എന്തെന്നെയാ വരിക? 198 ആണ് വരിക. ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? ഡിഫറൻസ് നോക്കാൻ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? ദ ഡിജിറ്റ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസ് ഡിക്രീസസ് ബൈ 2 ആൻഡ് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഇൻക്രീസസ് ബൈ 2 വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെൻസ് പ്ലേസ്. ദ ഡിഫറൻസസ് വിൽ ഓൾവേസ് ബി 198. നെക്സ്റ്റ് ചേഞ്ചിങ് പൊസിഷൻസ്. വാട്ട് ഈസ് ദ നമ്പർ ഓൺ ദ അബാക്കസ്? നമുക്ക് ഇവിടെ ഒരു അബാക്കസ് കാണിച്ചിട്ടുണ്ട്. അതിലെ നമ്പർ ഏതാണ്? ഹൺഡ്രഡ്സിലെ 3 ബീഡ്സ് ഉണ്ട് അല്ലേ? ടെൻസിലെ 2, വൺസിൽ എത്രയാ? 5. അപ്പൊ എത്രയാ വരിക? 325 ആണ്. ടേക്ക് 1 ബീഡ് ഫ്രം ദ ഹൺഡ്രഡ്സ് പ്ലേസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ്. അതായത് ഹൺഡ്രഡ്സ് പ്ലേസിൽ നിന്ന് ഒരു മുത്തെടുത്തിട്ട് ടെൻസ് പ്ലേസിലേക്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. വാട്ട് ഈസ് ദ നമ്പർ നൗ? ഇപ്പൊ എത്രയാ നമ്പർ? 2, 3, 5 അല്ലേ? 235 അല്ലേ? 100 ലെസ് ആൻഡ് 110 more അല്ലേ? ഒരു 100 കുറഞ്ഞു, ഒരു 10 കൂടി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ 2 നമ്പേഴ്സ്? ഈ നമ്പേഴ്സിന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 90 അല്ലേ വരിക? അതായത് ഹൺഡ്രഡ്സ് പ്ലേസിൽ ഒരു 100 കുറഞ്ഞു, ഒരു 10 കൂടി അല്ലേ? അപ്പൊ മൊത്തം ഡിഫറൻസ് എത്രയാ വരിക? 90 അല്ലേ? റൈറ്റ് ഹൗ യു കാൽക്കുലേറ്റഡ്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതവിടെ ചെയ്ത് കാണിക്കാം. അടുത്തത് എ ട്രിപ്പ്. ഇഷാസ് ഫാമിലി ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ എ ട്രിപ്പ്. ദേ വെന്റ് ടു എ ഷോപ്പ് ടു ബൈ ബാഗ്സ്. ഇഷയുടെ ഫാമിലി ഒരു യാത്ര പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവര് ബാഗുകൾ വാങ്ങാനായിട്ട് കടയിലേക്ക് പോയി. പ്രൈസ് ഓഫ് ബ്ലൂ ബാഗ്, പ്രൈസ് ഓഫ് റെഡ് ബാഗ് കാണിച്ചിട്ടുണ്ട് അല്ലെ? ബ്ലൂ ബാഗിന്റെ റേറ്റ് എത്രയാണ്? 695. റെഡ് ബാഗിന്റെ പ്രൈസ് എത്രയാണ്? 900. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് ദ റെഡ് ബാഗ്. റെഡ് ബാഗിന്റെ വില എത്രണ്ട് കൂടുതലാണ് എന്നാണ് കേട്ടോ. എന്ത് ചെയ്താൽ മതി? 900 മൈനസ് 695 ചെയ്താൽ പോരെ? എത്ര കൂടുതലാന്ന് കിട്ടൂലോ. ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നും ഹൗ മൈ ഫ്രണ്ട്സ് കാൽക്കുലേറ്റഡ് എന്നും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് കാണിക്കാം. 900 മൈനസ് 695. അപ്പൊ എത്രയാ വരിക? 205 എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഹൗ മൈ ഫ്രണ്ട്സ് കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെ എഴുതാം നമുക്ക്? 695 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 700. 700 പ്ലസ് 200 ഈസ് ഈക്വൽ ടു 900. ഇപ്പൊ 695 നിന്ന് 900ലേക്ക് എത്ര ഉണ്ട്? എത്രയാണ് വ്യത്യാസം? 200 പ്ലസ് 5 അല്ലെ? 205 അല്ലേ? അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് 2 മടകര. ദേ സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം അവര് യാത്ര പുറപ്പെട്ടു. ദേ ട്രാവൽഡ് ഇൻ എ കാർ. അവര് ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഇഷ wrote down the last 3 digits of the meter at the start. അതായത് യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ഇഷ കാറിന്റെ മീറ്ററിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡിജിറ്റ്സ് എഴുതി വെച്ചിരുന്നു. ഇഷ wrote നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. 568. ആഫ്റ്റർ 19 കിലോമീറ്റേഴ്സ് ദേ സോ എ സൈൻ ബോർഡ്. അതായത് 19 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം അവരൊരു സൈൻ ബോർഡ് കണ്ടു. എന്താണ്? മടകര 147 കിലോമീറ്റർ. അതിന്റെ അർത്ഥം എന്താണ്? ഇനി മടകരയ്ക്ക് 147 കിലോമീറ്ററും കൂടി ഉണ്ട് എന്നാണ് അല്ലേ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇഷാസ് ഹോം ടു മടകര? ഈശ്വര വീട്ടിൽ നിന്ന് മടകരയ്ക്ക് അപ്പൊ എത്ര ദൂരമാണ്? 19 കിലോമീറ്ററിന് ശേഷമാണ് ഈ സൈൻ ബോർഡ് കണ്ടത്. അപ്പൊ 147ന്റെ കൂടെ 19 കിലോമീറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര വീട്ടിൽ നിന്ന് മടകരയ്ക്കുള്ള ഡിസ്റ്റൻസ് കിട്ടൂലോ. 147 പ്ലസ് 19 എത്രയാ വരിക? 166 കിലോമീറ്റർ എന്ന് വരും. ആഫ്റ്റർ സം ടൈം ദേ സോ അനദർ സൈൻ ബോർഡ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു സൈൻ ബോർഡ് കണ്ടു. എന്താണ്? മടകര
വടകര 98 കിലോമീറ്റർ. ഇനി വടകരയ്ക്ക് എത്താൻ 98 കിലോമീറ്ററും കൂടി ഉണ്ട് അല്ലേ. ഹൗ ഫാർ ഡിഡ് ദേ ട്രാവൽ? അപ്പൊ അവർ എത്രണ്ട് സഞ്ചരിച്ചു എന്നാണ് കേട്ടോ. ഈ ബോർഡ് കണ്ട സമയം വരെ വടകരയ്ക്ക് ഇനി 98 കിലോമീറ്റർ ഉണ്ട് എന്നുള്ള സൈൻ ബോർഡ് കാണുന്നത് വരെ അവർ എത്രണ്ട് യാത്ര ചെയ്തു എന്നാണ് കേട്ടോ. ഈശ്വര വീടിൽ നിന്ന് സൈൻ ബോർഡ് കാണുന്നത് വരെ ഉള്ള ദൂരം അല്ലേ. അതായത് വടകര 98 കിലോമീറ്റർ എന്ന് കാണുന്നത് വരെ ഉള്ള ദൂരം അല്ലേ നമ്മൾ കാണേണ്ടത്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാലോ. ഫ്രം ഇഷാസ് ഹോം ടു വടകര എത്രയായിരുന്നു നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രയാ 166 കിലോമീറ്റർ അല്ലേ. അതിൽ നിന്ന് 98 കിലോമീറ്റർ കുറച്ചാൽ നമുക്ക് കിട്ടൂലോ. അപ്പൊ എത്രയാ വരിക? 68 കിലോമീറ്റർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഓഫ് ദ മീറ്റർ വെൻ ദി റീച്ച് വടകര. അവര് വടകരയ്ക്ക് എത്തിയതിനു ശേഷം മീറ്ററിൽ കാണിച്ച ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീറ്ററിൽ എത്രയാ കാണിച്ചത്? 568 എന്നല്ലേ. അത് ഈശ്വര വീടിന്റെ അവിടെ നിന്ന് അല്ലേ. ഈശ്വര വീട്ടിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈശ്വര വീട്ടിൽ നിന്ന് വടകരയ്ക്ക് എത്തിക്കഴിഞ്ഞു അല്ലെ. വടകരയ്ക്ക് എത്തുന്ന ദൂരം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടല്ലോ 166 അല്ലേ. അതും കൂടി മീറ്ററിൽ കാണിക്കൂലോ. അപ്പൊ എത്രയാ വരിക? 568ന്റെ കൂടെ 166 ആഡ് ചെയ്യണം അല്ലെ. എത്രയാ വരിക? 734. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേ വെന്റ് ടു എ ഹോട്ടൽ ഫോർ ലഞ്ച്. അതായത് ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരു ഹോട്ടലിലോട്ട് പോയി. ഹെർ മദർ പെയ്ഡ് ദ ബിൽ. അവളുടെ അമ്മയായിരുന്നു ബില്ല് പേ ചെയ്തത്. ഇറ്റ് വാസ് 578 റുപ്പീസ്. എത്രയായിരുന്നു ബില്ലിന്റെ എമൗണ്ട്? 578 റുപ്പീസ് ആണ് ആയത്. ഇയർലിയർ ഷീ ഹാഡ് സ്പെൻഡ് 175 റുപ്പീസ് ഓൺ ടീ ആൻഡ് സ്നാക്സ്. നേരത്തെ 175 റുപ്പീസ് ചായക്കും കടിക്കും ചെലവാക്കിയിരുന്നു. ഷീ ഹാഡ് 968 റുപ്പീസ് വെൻ ദേ സ്റ്റാർട്ടഡ്. അതായത് യാത്ര പുറപ്പെടുന്ന സമയത്ത് എത്രയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ? 968 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ? ഇപ്പോ അമ്മയുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നാണ് കേട്ടോ. ടോട്ടൽ എമൗണ്ട് മദർ ഹാഡ് എത്രയായിരുന്നു? 968 റുപ്പീസ് ആണ് അല്ലേ. എമൗണ്ട് സ്പെൻഡ് ഫോർ ലഞ്ച് 578 റുപ്പീസ്. ദെൻ എമൗണ്ട് സ്പെൻഡ് ഫോർ ടീ ആൻഡ് സ്നാക്സ് 175 റുപ്പീസ്. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എത്രയാണ്? 578ന്റെ കൂടെ 175 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. എത്രയാ കിട്ടുക? 753 എന്ന് കിട്ടും. ദെൻ ബാലൻസ് എമൗണ്ട് എങ്ങനെ കണ്ടെത്തുക? 968ൽ നിന്ന് 753 കുറയ്ക്കണം അല്ലേ. മൈനസ് ചെയ്യുക. എത്രയാ വരിക? 215 റുപ്പീസ് എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് അസസ്മെന്റ്. ലെറ്റ്സ് ഡ്രോ ആൻ അബാക്കസ്. നമുക്കൊരു അബാക്കസ് വരയ്ക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ടു മേക്ക് ദ നമ്പർ 101 ഹൗ മെനി ബീഡ്സ് മസ്റ്റ് വി റിമൂവ്. അതായത് നമുക്ക് നമ്പർ 101 ആക്കണമെങ്കിൽ എത്ര മുത്തുകൾ നമ്മൾ എടുത്തു മാറ്റണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന അബാക്കസ് നോക്കൂ. 342 അല്ലേ കാണിക്കുന്നത് നമ്പർ. 3 ബീഡ്സ് 100സില് 10സില് 4 ബീഡ്സ് 1സില് 2 ബീഡ്സ്. അപ്പൊ 342 ആണ് കാണിക്കുന്നത്. 101 ആക്കണമെങ്കിൽ നമ്മൾ എത്ര ബീഡ്സ് റിമൂവ് ചെയ്യണം? 100 പൊസിഷനിൽ 2 ബീഡ്സ് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പൊ 100സിൽ നമ്മൾ എത്ര റിമൂവ് ചെയ്യണം? ബീഡ്സ് 2 ബീഡ്സ് ഷുഡ് ബി റിമൂവ്ഡ്. ദെൻ 10സിലോ 4 ബീഡ്സ് ഷുഡ് ബി റിമൂവ്. 1സില് 1 ബീഡ് ഷുഡ് ബി റിമൂവ്ഡ് അല്ലേ. ഡ്രോ ആൻ അബാക്കസ് ഷോയിങ് 101 കാണിക്കുന്ന അബാക്കസ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെ കാണിക്കുക? അതെങ്ങനെയല്ലേ. അടുത്തത് ബീഹൈവ്. ഇവിടെ കുറെ തേനീച്ച കൂടുകൾ തന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്യാൻ യു ഹെൽപ് ദ ക്യൂൻ ബി ടു ഫൈൻഡ് ഹെർ ഹൈവ്. തേനീച്ചയുടെ റാണിക്ക് അവളുടെ കൂട് കണ്ടെത്താൻ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ടു ഫൈൻഡ് ദ ഹൈവ് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തേനീച്ചകൾ കൂട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ സബ്ട്രാക്ട് ഈച്ച് നമ്പർ ഓൺ ദ ബി ഫ്രം ഈച്ച് നമ്പർ ഓൺ ദ ഫ്ലവർ. അതായത് ഈ ബിയുടെ മുകളിലുള്ള നമ്പേഴ്സ് അല്ലേ, ആ നമ്പേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലവേഴ്സിലുള്ള നമ്പേഴ്സിൽ നിന്ന് കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ദ ആൻസേഴ്സ് ഓൺ ദ ഹൈവ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് അല്ലേ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്താ ചെയ്യുക? ഈ തേനീച്ച കൂടുകളിൽ എഴുതുക. ഫൈൻഡ് ദ ഹൈവ് ആൻഡ് കളർ. എന്നിട്ട് കൂട് കണ്ടെത്തിയിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്പേഴ്സ് എല്ലാം സബ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് സബ്ട്രാക്ട് 243 ഫ്രം 568. അപ്പൊ എന്തായിരിക്കും ആൻസർ കിട്ടുക? 568 മൈനസ് 243 എത്രയാ? 325 എന്ന് കിട്ടും. നിങ്ങൾ കുറച്ച് നോക്കണം കേട്ടോ. അടുത്തത് 324 568 നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. എത്ര കിട്ടും? 244 എന്ന് കിട്ടും. ദെൻ സബ്ട്രാക്ട് 243 ഫ്രം 759. നമുക്ക് എത്രയാ കിട്ടുക? 516 എന്ന് കിട്ടും. അടുത്തത് 324 759 നിന്ന് കുറയ്ക്കുക, 435 കിട്ടും. ദെൻ 695 നിന്ന് 243 കുറയ്ക്കുക, 452 കിട്ടും. ദെൻ 695
695 നിന്ന് 324 കുറയ്ക്കുക, 371 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് എല്ലാം സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റിലേക്ക് നമ്മൾ എഴുതണം അല്ലേ? എവിടെയാ എഴുതേണ്ടത്? ആ തന്നിരിക്കുന്ന കൂടുകൾ കേട്ടോ, ഹൈവ്സിൽ എഴുതിയാൽ മതി. ഫസ്റ്റ് ഏതാ വരിക? 244 എന്ന് വരും. ദെൻ നെക്സ്റ്റ് 325, ദെൻ 371, 435, 452, 516 ഇങ്ങനെ എഴുതുക. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്യൂൻ ബീസ് ഹൈവ്, റാണി തേനീച്ചയുടെ കൂട് കേട്ടോ. എങ്ങനെയാണ്? സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 10. തന്നിരിക്കുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ എല്ലാം, അതിന്റെയൊക്കെ സം എന്ന് പറയുന്നത് 3 ഡിജിറ്റ്സും ആഡ് ചെയ്താൽ 10 കിട്ടും. ദെൻ 1 ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്, ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതാണ്? 244 അല്ലേ? 10s പ്ലേസിലും 4 ആണ്, 1s പ്ലേസിലും 4 ആണ് അല്ലേ? അപ്പൊ 244 ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. സം ഓഫ് ഡിജിറ്റ്സ് 10 കിട്ടുന്നുണ്ടോ നോക്കൂ. 2 + 4 + 4 എത്രയാ വരിക? 10 അല്ലേ? അപ്പൊ ഏതാണ് ക്യൂൻ ബിയുടെ ഹൈവ്? ഏതാണ്? ഫസ്റ്റ് 1 ആണ് അല്ലേ? ദെൻ കളർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് കളർ ചെയ്യുക. ആഡ് ടു സബ്ട്രാക്ട്. ഇവിടെ നമുക്ക് ഒരു റോയും ഒരു കോളവും തന്നിട്ടുണ്ട് അല്ലെ? ഓരോന്നിലും അതിലെ ഫസ്റ്റ് 1 നോക്കൂ. റോയില് 3 cells ആണ് ഉള്ളത്. അതിൽ 2 cells നമ്പർ തന്നിട്ടുണ്ട്. ടോട്ടൽ ഈ 3 cells കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 900 എന്ന്. ഫസ്റ്റ് സെല്ലിൽ 500, നെക്സ്റ്റ് സെല്ലിൽ 300, ലാസ്റ്റ് സെല്ലിൽ നമുക്ക് നമ്പർ തന്നിട്ടില്ല അല്ലെ? അത് കണ്ടെത്തണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 cells കൂടി ആഡ് ചെയ്താൽ 900 എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് 2 cells ആഡ് ചെയ്ത് നോക്കുക. 500ഉം 300ഉം എത്രയാ? 800 അല്ലേ? 900ൽ നിന്ന് ഈ 800 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സെല്ലിലുള്ള നമ്പർ കിട്ടും അല്ലേ? 100 എന്നല്ലേ വരിക. ഇനി നമുക്ക് കോളം നോക്കൂ. കോളമിലും എങ്ങനെയാണ്? 2 സെല്ലിലെ നമ്പർ തന്നിട്ടുണ്ട് അല്ലെ? 2 cellsലെ നമ്പർ തന്നിട്ടുണ്ട്. ഒരു സെല്ല് നമുക്ക് തന്നിട്ടില്ല. ടോട്ടൽ എത്രയാ? നമുക്ക് 3 cells കൂടി ആഡ് ചെയ്താൽ 900 ആണെന്നും തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം? 400 + 300 ചെയ്യണം. എത്രയാ വരിക? 700 എന്ന് വരും. 900ൽ നിന്ന് 700 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സെല്ലിലെ നമ്പർ കിട്ടൂലോ, 200 എന്ന്. അങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ. ഓരോന്നും അങ്ങനെ ചെയ്യണേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തേല് റോയില് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 2 സെൽസിലെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. കോളമില് ഒരു സെല്ലിലെ നമ്പറേ തന്നിട്ടുള്ളൂ അല്ലെ? ഫസ്റ്റ് എന്ത് ചെയ്യാം? റോ നമുക്ക് ഫില്ല് ചെയ്യാം. 2 സെല്ലിലെ നമ്പർ തന്നിട്ടുണ്ട്, 3 സെൽസും കൂടി കൂട്ടിയാലുള്ള നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 750 എന്ന്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ 2 cells ഫസ്റ്റ് ആഡ് ചെയ്യുക. അത് എത്രയാണ് കിട്ടുന്നത് നോക്കുക. അത് 750ൽ നിന്ന് കുറയ്ക്കുക. റോയിലെ നമുക്ക് എല്ലാ സെൽസും ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോളം ഫില്ല് ചെയ്യാം കേട്ടോ. 325ഉം 250 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 575 എന്ന് കിട്ടും. 750ൽ നിന്ന് 575 സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് 175 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ റോ ഫില്ല് ചെയ്യാം. അടുത്ത് നമുക്ക് കോളം ഫില്ല് ചെയ്യാം. 245ഉം 175ഉം കൂടി ആഡ് ചെയ്യാം. 420 എന്ന് കിട്ടും. 750ൽ നിന്ന് ഈ 420 നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 330 എന്ന് കിട്ടും. അപ്പൊ 330 എന്ന് കിട്ടും. അങ്ങനെ അത് ഫില്ല് ചെയ്യും. ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചെയ്യുക കേട്ടോ. അടുത്തത് കാൽക്കുലേറ്റ് ആൻഡ് ഫിൽ ദ സെൽസ്. കണക്കാക്കിയിട്ട് ഈ സെല്ലെല്ലാം പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നോക്കൂ. 4 സബ്ട്രാക്റ്റഡ് ഫ്രം 300. ഫസ്റ്റ് സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്താ നമ്പർ എഴുതേണ്ടത്? 300ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് ആൻസർ എത്രയാ നോക്കുക. എത്ര വരിക? 296 അല്ലേ? അതവിടെ ഫസ്റ്റ് സെല്ലിൽ എഴുതുക. സെക്കൻഡ് സെല്ലിൽ എന്താ ചെയ്യേണ്ടത്? 12 ആഡഡ് ടു 200. 200ലോട്ട് 12 ആഡ് ചെയ്യുക. അപ്പൊ എത്രയാ വരിക? 212 എന്നല്ലേ? അത് സെക്കൻഡ് സെല്ലിൽ എഴുതുക. അടുത്തത് തേർഡ് സെല്ലിൽ 136 + 136 രണ്ടും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയാ വരിക? 272 എന്ന് കിട്ടും. അത് തേർഡ് സെല്ലിൽ എഴുതുക. ദെൻ അടുത്തത് 264 സബ്ട്രാക്റ്റഡ് ഫ്രം 500. അതായത് 500ൽ നിന്ന് 264 കുറയ്ക്കുക. എത്രയാ വരിക? 236 കിട്ടും. അത് ഫോർത്ത് സെല്ലിൽ എഴുതുക. നെക്സ്റ്റ് 100 + 160 ആണ്. എത്രയാ വരിക? 260 എന്ന് വരും. അത് ഫിഫ്ത്ത് സെല്ലിൽ എഴുതുക. ദെൻ 400 - 116. ഇപ്പൊ എത്രയാ വരിക? 284 കിട്ടും. അത് സിക്സ്ത് സെല്ലിൽ എഴുതുക. സെവൻത്ത് സെല്ലിൽ 399 - 151 248 ആണ് കിട്ടുക. ദെൻ 8 ആഡഡ് ടു 300. അപ്പൊ എത്രയാ വരിക? 308 അല്ലേ? അത് എയ്ത്ത് സെല്ലിൽ എഴുതുക. ലാസ്റ്റ് 9th സെല്ലിൽ 524 - 300. എത്രയാ വരിക? 224. അത് 9th സെല്ലിൽ എഴുതുക. ഫിൽ ദ സെൽസ് എല്ലാം ഫിൽ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആഡ് ദ 3 നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാ വരിക? 296 + 212 + 272. ഇത് മൂന്നും ആഡ് ചെയ്യുക. ടോട്ടൽ ഇത് നമുക്ക് 180 കിട്ടും. അടുത്തത് ആഡ് ദ 3 നമ്പേഴ്സ് ഇൻ ദ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഏതൊക്കെയാണ്? 236 + 260 + 284. അപ്പോഴും നമുക്ക് എന്തെന്നെയാ കിട്ടുക? 780 കിട്ടും. വാട്ട് ഇഫ് വി ആഡ് ദ 3 നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് കോളം? ഫസ്റ്റ് കോളത്തിലെ 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് എന്താണ് കിട്ടുക നോക്കാം.
നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാ കിട്ടുക? 296 പ്ലസ് 236 പ്ലസ് 248 എന്താണ്? 780 തന്നെയല്ലേ കിട്ടുന്നത്? ചെയ്ത് നോക്കണം കേട്ടോ. എനി പെക്യുലാരിറ്റി ഇൻ ദ സംസ്, ചെക്ക് ദ അതർ റോസ് ആൻഡ് കോളംസ്. ബാക്കിയുള്ള റോസും കോളംസും ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി സെക്കൻഡ് കോളവും തേർഡ് കോളവും ചെക്ക് ചെയ്യാവുള്ളൂ അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 780 തന്നെയാണ് കേട്ടോ ആൻസർ വരിക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആർ ഓൾ ദ സംസ് ദ സെയിം? എല്ലാ സമ്മും ഈക്വൽ ആണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരേപോലെയാണോ? ആണല്ലോ. ഓൾ ദ സംസ് ആർ സെയിം, which is equal to 780. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 8th യൂണിറ്റ് ആയ ടിക് 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 സ്റ്റാർട്ട് ചെയ്യാം.